ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയാൽ നിർമ്മിതമായ ആ ദിവ്യഗ്രന്ഥം, ആ ദിവ്യഗ്രന്ഥത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അനുഷ്ഠാനം എന്നതുപോലെ ഭഗവത്പാദങ്ങളിൽ അക്ഷരപൂജയായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 11ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി, പിന്നീട് വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നാരായണീയത്തിൻ്റെ പരിഭാഷയായ ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. തദേദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുരാനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയാ. അംബുജാക്ഷ ഭവാൻ തത് ഏതൽ ആജ്ഞായ ലക്ഷ്മ്യാ സഹ ഏവ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു അഭിരാമമൂർത്തിയാ താൻ ആനന്ദയൻ ബഹി അവാപ്ത. അംബുജാക്ഷ, താമരക്കണ്ണ, പുണ്ടരീകാക്ഷ, അവിടുന്ന് തത് ഏതത് ആജ്ഞായ, ജയവിജയന്മാർ തടഞ്ഞതും അവരെ ശപിച്ചതുമായിട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് ലക്ഷ്മ്യാ സഹ ഏവ, ലക്ഷ്മി ഭഗവതിയോടുകൂടി തന്നെ ഗരുഡന്റെ
ചുമലിൽ കൈവച്ച് ഖഗേശ്വരാംശാർപ്പിത ചാരുബാഹു, തൻ്റെ സുന്ദരമായ തൃക്കൈ ആ പക്ഷീന്ദ്രന്റെ പുറത്തിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അഭിരാമമൂർത്തിയാ താൻ ആനന്ദയൻ, സുന്ദരസ്വരൂപത്തോടുകൂടി അഭിരാമമായ മൂർത്തിയായി ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് താൻ ആനന്ദയൻ ബഹി അവാപ്ത, പുറത്തേക്ക് വന്നു. ലക്ഷ്മി ഭഗവതിയോടുകൂടി ഗരുഡാരൂഢനായി ഭഗവാൻ സനകാദികളുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മി ഭഗവതിയെ പണ്ടൊരിക്കൽ ജയവിജയന്മാർ തടഞ്ഞു അത്രേ. അന്ന് ഭഗവാൻ നിശബ്ദനായി നിന്നു. ഇപ്പോ സനകാദിയോഗീശ്വരന്മാരിലൂടെ സർവം ഭവൽ പ്രേരണൈവ ഭൂമൻ, അവർ ചെയ്ത പ്രവർത്തിക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുക്കുകയാണ്. ഭാഗവതം 3-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ തം ത്വാഗതം എന്ന രീതിയിൽ ഭഗവാന്റെ ആ വരവിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് 5 ശ്ലോകങ്ങളിലൂടെ. ഇവിടെ അഭിരാമമൂർത്തിയായ എന്ന ആ 6 അക്ഷരങ്ങളിലൂടെ 5 ശ്ലോകങ്ങളെ 6 അക്ഷരങ്ങളിലൂടെ സംഗ്രഹിച്ചു, ഒരൊറ്റ പദത്തിൽ സംഗ്രഹിച്ചു. അംബുജാക്ഷൻ, ആ കണ്ണുകൾ താമരപ്പൂ പോലെ എന്ന് പറഞ്ഞാൽ വിടർന്ന കണ്ണുകൾ. ഭഗവാൻ പ്രസന്നവദനായി അഭിരാമമൂർത്തിയായിട്ട് വന്നു എന്നാണ്. തന്നെ കാണാൻ വരുന്നവരെ ആര് തടഞ്ഞാലും അവരെ കാണാൻ താൻ അവിടേക്ക് ഓടിയെത്തും എന്ന ഭക്തവാത്സല്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അല്ലേ? ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുമ്പോൾ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ ഉത്സവമൂർത്തിയായി ശിവേലിക്കെന്നതുപോലെ ആനപ്പുറത്തേറി എല്ലാവർക്കും കാണാൻ പാകത്തിന് പുറത്തേക്ക് വരും. അപ്പൊ തന്നെ കാണാൻ വരുന്നവരെ അങ്ങോട്ട് ചെന്ന് കാണുന്ന ഭക്തവാത്സല്യവും ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാംശാർപ്പിത ചാരുബാഹുരാനന്ദയം സ്ഥാനഭിരാമമൂർത്തിയാം. ശ്രീഹരിയം ഭാഷാഗാനം. നാരായണ 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 വൈകുണ്ഠമൂർത്തേ. സ്വഭൃത്യജനത്തിനേറ്റ ആപത്തിനെ അറിഞ്ഞുടൻ ഗരുഡാധിരൂഢനായി അവിടുന്നെത്തി. പങ്കജഹാരമണിഞ്ഞു ലക്ഷ്മീ ദേവി സമേതനായി പത്മദള നേത്രനായി ഭഗവാനെത്തി. നാരായണ 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 വൈകുണ്ഠമൂർത്തേ. വൈകുണ്ഠമൂർത്തേ കൈവല്യമൂർത്തേ ശ്രീവാതനാഥ വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.